അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ആലമുൽ മലായിക്ക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ സംബന്ധിച്ചാണ്. ഒന്നാമതായി നമ്മൾ മലക്കുകളിലുള്ള വിശ്വാസമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളത് വിശ്വസിക്കുന്നത്? ഒന്ന്, മലക്കുകൾ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു വിഭാഗം സൃഷ്ടികളാണ്, അവരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരുടെയൊക്കെ പേരുകൾ നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും ചില മലക്കുകളുടെ പേരുകൾ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പേരുകളെ നമ്മൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പേരായി നമ്മൾ വിശ്വസിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് വഹയുമായി വരുന്ന മലക്കാണ്. അതുപോലെ റിദ്വാൻ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കാവൽക്കാരാണ്. അതുപോലെ മീകായിൽ അലൈഹിസ്സലാം ഇടി, മിന്ന്, കാറ്റ് പോലെയുള്ള കാര്യങ്ങളുടെ ചുമതലയുള്ള, ഇങ്ങനെ പേരുകൾ പറയപ്പെട്ട മലക്കുകളുടെ ആ പേരുകൾ നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ സബാനിയാക്കൾ എന്ന് പറയുന്ന മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യന്മാർ, ജിന്നുകൾ, ഇവർ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു താല ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടി ചുമതലപ്പെടുത്തിയവരാണ് സബാനിയാക്കൾ. നരകത്തിൻ്റെ കാവൽക്കാരാണ് അവർ. അവിടെ 19 പേരുണ്ടായിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അലിഹാ തിസ്അത്താശർ, ആ നരകത്തിൻ്റെ കാവൽക്കാർ 19 പേരുണ്ട്. എന്താ പറയുക? മാ ജഅൽനാ സ്വഹാബന്നാരി ഇല്ലാ മലായിക വമാ ജഅൽനാ ഇദ്ദത്തുഹും ഇല്ലാ ഫിത്നതൽ ലില്ലദീന കഫറു. നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളുടെ എണ്ണം 19ആണ്. എന്താണ് അങ്ങനെ 19 ആക്കിയതെന്തിനാ? കാഫറുകളായ ആളുകൾക്കുള്ള ഒരു പരീക്ഷണമായിട്ടാണ് നമ്മൾ അങ്ങനെ 19 ആക്കിയത് എന്ന് അല്ലാഹു തആല പറയും. അപ്പോൾ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ, സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പേര് പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുമ്പോൾ ഒന്ന്, മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ട്, മലക്കുകളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടതിനെ നമ്മൾ വിശ്വസിക്കുന്നു. മൂന്നാമതായി മലക്കുകളുടെ സിഫത്തുകൾ, അവരുടെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ചില മലക്കുകളുടെ. മാത്രമല്ല, മലക്കുകളെ സംബന്ധിച്ച് മൊത്തം പ്രയോഗിക്കുന്ന ഒരു ഗുണമാണ്, അവരുടെ സിഫത്താണ് ലജ്ജ എന്നുള്ളത്, ഹയാ. അത് മലക്കുകൾക്ക് പ്രത്യേകമായുള്ള ഒരു സംഭവമായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തൻ്റെ വസ്ത്രം കാലിൻ്റെ തുടയുടെ അറ്റത്ത്, അതായത് മുട്ടിൻ്റെ ആ ഭാഗം വരേക്ക് പൊക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ നബി ഇങ്ങനെ ഇരിക്കുമ്പോൾ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാണാൻ വേണ്ടി അനുവാദം തേടി. അപ്പോൾ റസൂലുള്ളാഹി അനുവാദം നൽകി. നബിയായി ഇരിക്കണം അതേപോലെ തന്നെ തുണി കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരെ സമ്മതം തേടുന്നു. ഉമറുൽ ഫാറൂഖിനും അനുവാദം നൽകുന്നു. നബി അതേപോലെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകനെ കാണാൻ വേണ്ടി വരുന്നു. അപ്പോഴും പ്രവാചകൻ അതേ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ പല ആളുകളും വന്ന് പ്രവാചകനെ കാണാം. അപ്പോഴൊക്കെ നബി അതേപോലത്തെ വസ്ത്രം മുട്ടിൻ്റെ അവിടേക്ക് കുറച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ട്.
എന്നാൽ സുമ്മ ജാഅ ഉസ്മാൻ, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ മഹാനവറുകൾ പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി സമ്മതം തേടിയപ്പോൾ പ്രവാചകൻ ചെയ്യുന്നത് എന്താ അറിയോ? ഫഅഖദ സൗബഹു ഫതജല്ലലഹു ഫതഹദ്ദസു സുമ്മ ഖറജു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എണീറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ലെവലാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കി തുണിയൊക്കെ ഒന്ന് മുട്ടിൻ്റെ അവിടുന്ന് കീപ്പെട്ട് കുറച്ചും കൂടിയൊക്കെ എടുത്ത് ലെവലായി. ഇങ്ങനെ പ്രവാചകനും ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറ്റ് ആളുകളൊക്കെ പോയപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ജാ അബൂബക്കരും ഉമർ അലിയും വസായിറു അസ്ഹാബിക്, സുദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും മറ്റ് സഹാബികളും ഒരുപാട് ആളുകളൊക്കെ വന്നല്ലോ. അപ്പോഴൊക്കെ അന്ത അല ഹയ്യത്തിക്ക, നിങ്ങൾ ഇരിക്കണം അതേപോലെ ഇരിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഫലമ്മാ ജാഅ ഉസ്മാൻ തജല്ലൽത ബിസൗബിക്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങളുടെ റൂമിലേക്ക് വന്നപ്പോഴേക്ക് നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നിങ്ങളൊരു പ്രത്യേക രൂപത്തിൽ ഇരുന്നല്ലോ, എന്താ അതിന് കാരണം? അപ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി, അലാ അസ്തഹി മിമ്മൻ തസ്തഹി മിൻഹുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ ലജ്ജിക്കുന്നവനെ തൊട്ട് ഞാൻ ലജ്ജിക്കണ്ടേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ലജ്ജ കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ മഹാനവറുകളെ സമീപിക്കുമ്പോൾ ഒരു ലജ്ജയോടെ ഒരു നാണത്തോടെ മലായിക്കത്തുകൾ മഹാനവറുകളെ സമീപിക്കുന്നു എന്ന് റസൂലുള്ളാഹ്. അള്ളാഹിൻ്റെ മലക്കുകൾ പോലും ഉസ്മാൻ ബിൻ അഫ്ഫാനെ സമീപിക്കുന്നത് നാണത്തോടുകൂടെയാണ്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ലജ്ജയുള്ളവരാണ്, നാണമുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചാൽ അത് നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. ഉസ്മാൻ ബിൻ അഫ്ഫാനെ സംബന്ധിച്ച് വേറെയും റസൂലുള്ളാഹിയുടെ ഹദീസ് കാണാം. നബി ഒരിക്കൽ പറഞ്ഞു, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കറിൻ, എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ആളുകളോട് ഏറ്റവും കരുണ കാണിക്കുന്നവൻ ഇന്നുള്ളവരിൽ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. വ അശദ്ദുഹും ഫി അംരില്ലാഹി ഉമർ, അള്ളാഹിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കടുകട്ടിയുള്ള നയവുമായി പോകുന്ന ആൾ ഉമറുൽ ഫാറൂഖാണ്. വാസ്തഖുഹും ഹയാഅൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എന്നാൽ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും സത്യസന്ധമായി ലജ്ജയുള്ളവൻ ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. ഈ ലജ്ജ എന്നുള്ളത് മലക്കളുടെ ഒരു ഗുണമാണ്. മാത്രമല്ല ലജ്ജയെ സംബന്ധിച്ച് അമ്പിയാക്കന്മാരുടെ ഒരു പഴമൊഴി നമുക്ക് കാണാൻ കഴിയും. ഇതാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത, നിനക്ക് നാണമില്ലെങ്കിൽ നിനക്ക് എന്തും ചെയ്യാം. അപ്പോൾ നാണം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ വളരെ അഭിവാജ്യ ഘടകമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ നാണം അള്ളാഹുവിൻ്റെ മലക്കുകൾക്കുണ്ട് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ആ ഒരു ഗുണം, ആ ഒരു സിഫത്ത് മലക്കുകൾക്കുണ്ട്. അതുപോലെ ഒരുപാട് സിഫത്തുകൾ മലക്കുകൾക്കുണ്ട്. അപ്പോൾ മലക്കുകൾക്കുള്ള എല്ലാ സിഫത്തുകളെയും ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയലാണ് മലക്കുകളിലുള്ള വിശ്വാസത്തിൻ്റെ മറ്റൊരു ഭാഗം. അതുപോലെ നാലാമതായി മലക്കുകളിൽ അവർക്ക് അള്ളാഹു പേരൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടാവില്ല. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള മലക്കുകളെയും വിശ്വസിക്കുക. ഒരു വിഭാഗം മലക്കുകളുടെ പേരല്ല അറിയിച്ചു തന്നു, നമ്മളത് വിശ്വസിക്കുന്നു. ഒരു വിഭാഗം മലക്കുകളുടെ സിഫത്തുകൾ, ഗുണങ്ങൾ അല്ലാഹ് അറിയിച്ചു തന്നു, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. മറ്റൊരു വിഭാഗം മലക്കുകളുടെ പ്രവർത്തനങ്ങൾ അറിയിച്ചു തന്നു, പേരറിയിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് മലക്കുകളുണ്ട്. അപ്പോൾ പേരറിയിച്ച് തരാത്തവരാണെങ്കിലും ആ മലക്കുകളുടെ പ്രവർത്തികളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മലക്കുകളെ ഉൾക്കൊള്ളുന്നു മാത്രം. ഇപ്പോൾ മഴയും അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഇടി മിന്നൊക്കെ മീക്കായിൽ എന്ന മലക്കാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തോട് കൂടെ ഈ മേഘങ്ങളെ തെളിക്കാൻ അള്ളാഹു വേറെയും മലക്കളെ വെച്ചിട്ടുണ്ട്. അവരൊന്നും നമുക്ക് അള്ളാഹു തആല പേരറിയിച്ച് തന്നിട്ടില്ല. മേഘങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്.
ആ പ്രവൃത്തി നടത്തുന്ന മലക്കുകളുടെ നമുക്ക് പേരറിയാത്തവർ, അവരിൽ നമ്മൾ വിശ്വസിക്കുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മഹുല്ല അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസായിദി ശൈത്താൻ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, വകുല്ലു ഹറകത്തിൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള മുഴുവൻ ചലനവും, മിൻ ഹറകാത്തിൽ അഫ്ലാഖ്, ഗോളങ്ങളുടെ ചലനങ്ങളിൽ നിന്നുള്ള മുഴുവൻ ചലനവും, വന്നുജൂമി നക്ഷത്രങ്ങളുടെ ചലനം, വശംസി സൂര്യൻ്റെ ചലനം, വൽ ഖമരി ചന്ദ്രൻ്റെ ചലനം, വരിയാഹി കാറ്റുകളുടെ, വസഹാബി മേഘങ്ങളുടെ, വന്നബാത്തി സസ്യലതാദികളുടെ, വൽ ഹയവാനി ജീവികളുടെ, ഫഹിയ നാശിഅത്തുൻ അനിൽ മലായിക, അതൊക്കെ മലക്കുകളാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ഗോളങ്ങളും കറങ്ങുന്നു, ആ കറങ്ങുന്നതെല്ലാം മലക്കുകളാണ് കറക്കുന്നത്. സഞ്ചരിക്കുന്ന കാർമേഘത്തെ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് സഞ്ചരിപ്പിക്കുന്നത്, കാറ്റിനെ അള്ളാഹിൻ്റെ മലക്കുകളാണ്. ഇങ്ങനെ എന്തെല്ലാം ചലനങ്ങൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്നുണ്ടോ ആ ചലനങ്ങളെല്ലാം സംവിധാനിക്കുന്നത് പടച്ച തമ്പുരാനാണ്. പക്ഷേ അത് പ്രവർത്തിതത്തിൽ കൊണ്ടുവരുത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ചെയ്യുന്നു എന്നുള്ളതാണ്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പരിശുദ്ധ ഖുർആന്റെ പരാമർശം നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്താണ്? മലക്കുകളെയാണ് മുദബ്ബിറാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ അള്ളാഹു ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, നിർവഹിക്കുന്നു എന്ന അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കൂട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടാകും. എന്നാൽ അവരുടെ പേരുകൾ അറിയിച്ചു തരാത്ത ഒരുപാട് ഐറ്റംസ് മലക്കുകളുണ്ട്. ഇപ്പോൾ മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ അസ്രായീൽ എന്ന മലക്കുണ്ട് എന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ധാരണ. അങ്ങനെ ഒരു മലക്കില്ല. അസ്രായീൽ എന്നുള്ള പേര് മലക്കിന് അള്ളാഹു വെച്ചിട്ടില്ല. മലക്കുൽ മൗത്ത് എന്ന പേരാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും റൂഹ് പിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മലക്കുകളുണ്ട്. ആ മലക്കുകളെയൊന്നും പേരില്ലെങ്കിലും നമ്മൾ ആ മലക്കുകളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട മലക്ക് മഹാനവറുകളെ സമീപിച്ച രംഗങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഒരുപാട് മലക്കുകൾ റൂഹ് പിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആ മലക്കുകൾക്കൊന്നും അസ്രായീൽ എന്ന പേരില്ല, മലക്കുൽ മൗത്ത് എന്ന് നമ്മൾ പറയുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആനും ഹദീസും അങ്ങനെ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ, ഹഫളത്തിൻ്റെ മലക്കുകൾ, അവരെന്താണ്? മനുഷ്യന്മാരുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര പേരാണെന്ന് നമുക്കറിയില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അവരറിയും, നിങ്ങൾ മാന്യന്മാരായ എഴുത്തുകാർ നിങ്ങളുടെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന്. അതേപോലെ മലക്കുകളിൽ പെട്ടതാണ് രാത്രിയിലും രാവിലെയും വന്നു പോകുന്ന മലക്കുകൾ കേട്ടോ. യതആഖബൂന ഫീക്കും, നിങ്ങളിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഉടനെയായി വരും. ആ മലക്കുകളുടെ പേരൊന്നും നമുക്കറിയില്ല, അള്ളാഹ് അറിയിച്ചു തന്നിട്ടില്ല. എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ആ ജമാഅത്തിൽ ഒരു വിഭാഗം മലക്കുകൾ ഉണ്ടാകും. അവർ ആ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ പോകും. അതേപോലെ തന്നെ ആ സമയത്ത് ഒരു വിഭാഗം മലക്കുകൾ അപ്പം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അവർ സുബഹിക്ക്, അപ്പം രണ്ട് കൂട്ടരും തലേ ദിവസം അസറിന് വന്ന മലക്കുകൾ ഇന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ മലക്കുകൾ കയറിപ്പോവും. അതേ സ്ഥാനത്ത് ആ സുബഹി നമസ്കാരത്തിന് വന്ന മലക്കുകൾ ഇന്ന് അസറിനാണ് അവർ കയറിപ്പോവുക. ആ മലക്കുകളെ സംബന്ധിച്ചൊന്നും പരിശുദ്ധ ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ അവരെ സംബന്ധിച്ചുള്ള പേര് നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മലായികത്തു യതആഖബൂന ഫീക്കും മലായികത്തും ബില്ലൈൽ വ മലായികത്തും ബിന്നഹാർ. മലക്കുകൾ നിങ്ങളിലേക്ക് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഒന്ന് രാത്രിയിലുള്ള മലക്കുകളും മറ്റൊന്ന് പകലിലേക്കുള്ള മലക്കുകളും.
അവരെവിടെയാണ് കണ്ടുമുട്ടുന്നത്? യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ. സുബ്ഹി നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും അവർ പരസ്പരം കണ്ടുമുട്ടുന്നതാണ്. സുബ്ഹി നമസ്കാരത്തിന് ആ സമയത്തൊരു വിഭാഗം മലക്കുകൾ, പകലിലേക്കുള്ള മലക്കുകൾ ഇറങ്ങുമ്പോൾ തലേ ദിവസം അസറിന് വന്ന മലക്കുകൾ ആ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ കയറിപ്പോകുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ കണ്ടുവന്നത്? അപ്പോൾ അവർ ആരാണോ നിസ്കരിക്കാൻ വന്നത് അവരുടെ കാര്യം അവിടെ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായിരുന്നാലും സുബ്ഹി നമസ്കാരം, അസർ നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷി നിൽക്കുന്ന പ്രത്യേക നമസ്കാരങ്ങളാണ് എന്ന ബോധം കൂടെ നമുക്ക് വേണം. ഈ 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അസ്ർ നമസ്കാരം തന്നെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ പേരാണ് സ്വലാത്തുൽ ഉസ്ത എന്ന് പറയാം. സ്വലാത്തുൽ ഉസ്ത അസ്ർ നമസ്കാരമാണ്. നമ്മുടെ ചിന്തയിൽ സുബ്ഹി നമസ്കാരമായിരിക്കും. സുബ്ഹി നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമെന്ന് മഹാനായ ഇമാം ഷാഫി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഹദീസ് ലഭ്യമായിട്ടുള്ളത് അസറാണ് എന്നതിനാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി ഹദീസ് കിട്ടിയാൽ നിങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഇമാം ഷാഫിയുടെ വീക്ഷണക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെയും കാഴ്ചപ്പാടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസറാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും മലായിക്കത്തുകൾ, പകലിലേക്ക് വരുന്ന മലക്കുകൾ, അതുപോലെ രാത്രിയിലേക്ക് വരുന്ന മലക്കുകൾ, 2 കൂട്ടരും കണ്ടുമുട്ടുന്ന സമയം സുബ്ഹി നമസ്കാരത്തിൻ്റെയും അസ്ർ നമസ്കാരത്തിൻ്റെയും സമയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവരുടെ പേര് ഹദീസിലോ ആയത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ മറ്റൊരു വിഭാഗമാണ് സയ്യാഹീൻ. അള്ളാഹുവിൻ്റെ മലക്കുകളിലെ ഒരു വിഭാഗമാണ് സയ്യാഹീൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയാലോ ടൂറ് പോകുന്ന ആളുകൾ, ട്രാവലർ എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മലക്കുകൾ. അവരെ സംബന്ധിച്ച് റസൂലുള്ള പറയാം, ഇന്ന ലില്ലാഹി മലായിക സയ്യാഹീന ഫിൽ അർദ് ഉബല്ലിഗൂനി മിൻ ഉമ്മത്തി സലാം. എൻ്റെ ഉമ്മത്തിങ്ങളിൽ നിന്ന് എനിക്ക് സലാമിനെ എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട് റസൂലുള്ള പറയാം. അതുപോലെ തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് നമുക്ക് ഹദീസിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെയൊന്നും ഈ മലക്കുകളുടെ പേരുകൾ പരാമർശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു വിഭാഗം മലക്കുകളാണ്, അവരുടെ പരിപാടി മനുഷ്യന്മാരെ സംരക്ഷിക്കലാണ്, അപകടത്തിൽപ്പെടുന്നതിനെ ശ്രദ്ധിച്ച് കൊണ്ടിറക്കുക എന്നുള്ളതാണ്. സൂറത്ത് അന്നാമിൻ്റെ 61-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി വയുർസിലു അലൈക്കും ഹഫള ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. അതാണ് പറയുന്നത്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അവനത്രേ തൻ്റെ ദാസന്മാരുടെ മുകളിൽ അവരെ അടക്കി ഭരിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ അടിമകളെ അടക്കി ഭരിക്കുന്നവൻ അള്ളയാണ്. ദാസന്മാരുടെ മുകളിൽ എന്ന് പറയുമ്പോൾ അള്ള മീതേന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും വേണം. അള്ള എവിടെയെന്ന് വെച്ചാൽ മേലേന്നാണ് പറയാം, താഴേന്നല്ല. അതല്ലെങ്കിൽ ഭൂമിയിലും വായുവിലും എല്ലായിടത്തും ഉണ്ട് എന്നും അല്ല പറയാം. പാലിലെ വെണ്ണ പോലെ എന്നാണ് പലരും പറയാറുള്ളത്. അങ്ങനെയുമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മുഴുവനും അവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ അള്ളാഹു എവിടെയാണ് നിൽക്കേണ്ടത് എന്ന തേട്ടം, ആഹ്വാനം അള്ളാഹുവിൽ നിന്ന് വരുമ്പോൾ ഭൂമിയുടെ അടിയിലാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മോശമാണ്, അള്ളാഹ്ക്ക് ഐബാണ്. ഭൂമിയുടെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാലും ഐബാണ്. അതേ സ്ഥാനത്ത് ഭൂമിയുടെ ഗോളങ്ങളുടെ എല്ലാത്തിൻ്റെയും മീതയാണെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തോട് യോജിച്ച പരാമർശമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഫൗക്കിലാണ്, മീതയാണെന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാം, വയുർസിലു അലൈക്കും ഹഫളതൻ, നിങ്ങളുടെ മേൽനോട്ടത്തിനായി അവൻ കാവൽക്കാരാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മേൽ നോട്ടത്തിനായിട്ട്, നിങ്ങളുടെ മേൽനോട്ടക്കാരായിട്ട് അള്ളാഹു മലക്കുകൾ അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് സമയത്തും 24 മണിക്കൂറും നമ്മുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞാണ്.
അപ്പോൾ സദാസമയം നമ്മളെ നോക്കാൻ മലക്കുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വെറുതെ ആരും കാണുന്നില്ല എന്നെ, ഞാൻ ഒറ്റക്കാണ്, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളോട് കൂടെയുണ്ട്, നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ നമ്മളോട് കൂടെയുണ്ട്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ജിന്നുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് നമ്മളെ കാണാൻ കഴിയും, നമുക്ക് അവരെ കാണാൻ കഴിയില്ല. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജിന്നുകളും അത്ര നല്ലവരൊന്നുമല്ല. ആ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം മോശക്കാരായ ജിന്നുകൾക്ക് നമുക്ക് അവരെ കാണാൻ കഴിയില്ലെങ്കിൽ അവർക്ക് നമ്മളെ കല്ലെടുത്ത് എറിയുകയൊക്കെ ചെയ്യാം, നമ്മെ ഉപദ്രവിക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ജിന്നുകളുടെയും മിൻസുകളുടെയും ഒക്കെ ഉപദ്രവങ്ങൾ കാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളെ ഏർപ്പാടാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫുൾ ടൈം നമ്മെ കാക്കാൻ ഒരു വിഭാഗം മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ മലക്കുകളുടെ പേരും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് അങ്ങനെയും മലക്കുകളുണ്ട് എന്ന്. അതേപോലെ നമ്മളെ ഖബറിൽ നമുക്ക് പരീക്ഷണമായി, തമ്മാടികളായ ആളുകൾക്ക് അദാബുമായി അവരെ കൈകാര്യം ചെയ്യാൻ മുങ്കറും നക്കീറും അവിടെ വരുന്നു, അവർ ചോദ്യം ചെയ്യുന്നു. ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുങ്കർ നക്കീർ എന്നുള്ള പരാമർശം നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് എന്താ പറയുക, ഖബറിലുള്ള ഫിത്ന അല്ലെങ്കിൽ പരീക്ഷണം, ഖബറിലുള്ള അദാബ് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരെയും നമ്മൾ വിശ്വസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വൽ ഹറം വൽ മഅ്തനി വൽ മഗ്റം വമിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൽ ഖബർ. ഖബറിലുള്ള അദാബ്, ഖബറിലുള്ള പരീക്ഷണം ആരിലൂടെയാണത്? മലക്കുകളിലൂടെയാണ്. അതേപോലെ മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹ്മഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ഖബറിലുള്ള ശിക്ഷയുടെ കൂട്ടത്തിലുള്ള സർപ്പത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനവറുകൾ. മഹാനവറുകൾ തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയാണ്, ആ തദറൂന ഫീമാ ഉൻസിലത്ത് ഹാദിഹിൽ ആയ ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സഹാബാക്കളോട് റസൂലുള്ള ചോദിക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിച്ചു പോകുന്നവന് വളരെ വേദനയേറിയ ജീവിതമാണ് വരാൻ പോകുന്നത്. അന്ത്യനാളിൽ കണ്ണുപൊട്ടനായിട്ടാണ് അവനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക എന്ന ഈ ആയത്തിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണത്? എന്താണ് മഈശത്തുൽ ലങ്ക്? സഹാബാക്കളോട് നബി ചോദിച്ചു. അപ്പം നബിനോട് സഹാബാക്കൾ പറയാണ്, അല്ലാഹു റസൂലുഹു ആലം. നബി ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ പറഞ്ഞു തരൂ. അള്ളാഹുക്കും റസൂലിനും അറിയാമെന്ന് പറഞ്ഞാൽ അവിടെ ശിർക്കാണോ? അല്ല. അള്ളാഹുവിനും റസൂലിനും അറിയാമെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എങ്ങനെ റസൂലാണോ വന്ന് പെട്ടത്? റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു കൊടുക്കും. ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ അറിയും എന്ന കാഴ്ചപ്പാടിലാണ് സഹാബാക്കൾ ഇത് പറയുന്നത്. എന്താണ് റസൂലുള്ള പറയുകയാണ്, ഈ മഈശത്തുള്ളങ്ക് വളരെ വേദനയേറിയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അദാബുൽ കാഫിരി ഫീ ഖബ്രിഹി, കാഫിറിനുള്ള ഖബറിലുള്ള ശിക്ഷയാണ് മഈശത്തുള്ളങ്ക. റസൂലുള്ള പറയാം, വല്ലദീ നഫ്സി ബിയദി ഇന്നഹു യുസല്ലിതു അലൈഹി തിസ്അതൻ വതിസ്ഈന തിന്നീനൻ, 99 സർപ്പങ്ങളെ അവൻ്റെ മേലിൽ എന്താ പറയുക, അവനെ ആക്രമിക്കാൻ വേണ്ടി അള്ളാഹ് ചുമതലപ്പെടുത്തുന്നു. റസൂലുള്ള പറയാണ്, ആ തദ്റൂനമ തിന്നീൻ, തിന്നീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? സബ്ഉന ഹയ്യ ലികുല്ലി ഹയ്യത്തിൻ സബ്അ റുഊസിൻ, അത് 70 സർപ്പങ്ങളാണ്, അതിനോരോന്നിനും 7 തലകളുണ്ട്, അവനെ അത് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഏതായിരുന്നാലും ഖബറിൽ മനുഷ്യനെ ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങളുമായി ഒരു വിഭാഗം മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയില്ല അവരുടെ പേര്. അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു, അവരുടെ ഗുണങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് സ്വർഗത്തെ
കാക്കുന്ന മലക്കുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായ റിദ്വാൻ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൻ്റെ 73-ാം വചനത്തിൽ അല്ലാഹ് പറയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഉഹാ വഫുതിയത് അബ്വാബുഹാ വഖാല ലഹും ഹസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗീയവാസികളെ കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തിട്ട് അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾ നല്ല വിശുദ്ധന്മാരായിരിക്കുന്നു, നിങ്ങൾ നിത്യവാസം ഈ സ്വർഗത്തിൽ നിങ്ങൾ നിത്യമായി താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ സ്വർഗത്തെ അവിടുത്തെ പരിപാലനം നടത്തുന്ന മലക്കുകളിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ നരകത്തിൻ്റെ പരിപാലകരായ മലക്കുകൾ, അവരുടെ നേതാവാണ് മാലിക് അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അവിടെയുള്ള നരകത്തെ നോക്കുന്ന മലായിക്കത്തുകളുള്ളത്. അപ്പോൾ അവരിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ നിരവധി വിഭാഗം മലക്കുകളെ സംബന്ധിച്ച് ഹദീസുകളിലും ആയത്തുകളിലും കാണാം. മറ്റൊരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ. ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളാകുമ്പോൾ 8 പേരാണ് ആ അർശ് വഹിക്കാനുണ്ടാവുക. അന്ത്യനാളിന് മുമ്പ് 4 പേരാണ് അതുണ്ടാവുക. പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, യഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമൈദിൻ സമാനിയ. 8 മലക്കുകൾ അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്നവരാണ്. 8 മലക്കുകൾ. അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സിംഹാസനം ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാണെയും വലുതാണ്. ഏറ്റവും അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതെന്താണ്? അള്ളാഹുവിൻ്റെ അർശാണ്. ആ അർശ് വഹിക്കാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തി അന്ത്യനാളാകുമ്പോൾ 8 മലക്കുകളെയാണ്. ഇപ്പോൾ 4 മലക്കുകളാണ് അന്ത്യനാളിൻ്റെ മുമ്പുള്ളത്. അപ്പോൾ അവരിലും നമ്മൾ വിശ്വസിക്കുന്നു. ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ സജീവമായി എപ്പോഴും പ്രാർത്ഥനയിലാണ്. ഇന്ന് ലോകത്തുള്ള തമ്മാടികളായ ആളുകൾ കാണിക്കുന്ന തമ്മാടിത്തം കാരണം അള്ളാഹുവിൻ്റെ അദാബ് ഭൂമിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഇസ്തിഗ്ഫാർ വരെ അവർ നടത്തുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മലക്കുകളിൽ മറ്റൊരു വിഭാഗമാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിൽ റൂഹ് ഊതുക എന്നുള്ള ചുമതലയുള്ള മലക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഇന്ന അഹദക്കും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ വയറ്റിൽ 40 ദിവസം ഇങ്ങനെ നിൽക്കും. എന്നിട്ടോ സുമ്മ അലക്കത്തൻ, പിന്നെ അതൊരു രക്തക്കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കും. മീസലദാലിക്ക് ഈ 40 ദിവസം, അപ്പോൾ എന്താ 80 ദിവസമായി. സുമ്മയക്കൂന് മുതാത്തൻ, പിന്നെ അത് മാംസപിണ്ഡമായിരിക്കും. ആദ്യം ഇന്ദ്രിയമായി അവിടെ എത്തിയിട്ടുണ്ടാവും, ബീജം എത്തിയിട്ടുണ്ടാവും, പിന്നെ അത് രക്തക്കട്ടയായിട്ട് അവിടെ കിടക്കും 40 ദിവസം. പിന്നെ അത് മാംസകഷ്ണമായിട്ട് അവിടെ നിൽക്കും. അങ്ങനെ 40 82 ദിവസമാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ റൂഹിനെ ഊതപ്പെടുകയായി. അങ്ങനെ ഊതപ്പെടുന്ന ആ സമയത്ത് സുമ്മ യബ്അസുല്ലാഹു മലക്കൻ ഫയുഅ്മറു ബിഅർബഈൻ. അള്ളാഹു ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിൻ്റെ അടുത്തേക്ക് 4 കാര്യവുമായി കൊണ്ട് മലക്കിനെ നിയോഗിക്കും. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് 4 കാര്യം മലക്കിനോട് കൽപ്പിക്കും അല്ലാഹു തആല. ഒന്ന്, ആ കുട്ടിൻ്റെ റിസ്ക് രേഖപ്പെടുത്തുക. അതുപോലെ ആ കുട്ടിയുടെ മരണം എന്നാണ് അത് രേഖപ്പെടുത്തുക. അതുപോലെ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനാണോ വിജയികളിൽപ്പെട്ടവനാണോ എന്ന് രേഖപ്പെടുത്തുക. ഈ 4 കാര്യങ്ങളും അവിടെ ആ സമയത്ത് 82 ദിവസമായി 120 ദിവസമായി കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു മലക്കുകളെ നിയോഗിച്ചിരിക്കുന്നതാണ്. ആ മലക്കുകളുടെയും പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധ ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അല്ലാഹു തആല വിശ്വാസികളായ ആളുകൾ യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധങ്ങളിൽ അവർക്ക് സുസ്ഥിരത കിട്ടാൻ വേണ്ടിയും അവർക്ക് ധൈര്യം ലഭ്യമാവാൻ വേണ്ടിയും അള്ളാഹു മലക്കുകളെ നിയോഗിക്കും. അങ്ങനെയുള്ള മലക്കുകൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്കതിൻ്റെ പേരും ലഭ്യമായിട്ടില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഇത് യുഹി റബ്ബുക ഇലൽ മലായിക അന്നി മാക്കും ഫസബ്ബിതുല്ലദീന ആമനു. നിങ്ങൾ വിശ്വാസികളായ ആളുകളെ സുസ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ധൈര്യം നൽകണം, അവരെ കൂടെ ഇറങ്ങിച്ചെല്ലണം എന്ന് പറഞ്ഞ് അല്ലാഹു തആല മലക്കുകൾക്ക് വഹി നൽകിയതാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഞാൻ അവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? അർറുബ, ഞാൻ ഭയമിട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ശത്രുക്കളെ അടിച്ച് കൈകാര്യം ചെയ്യാൻ നിരത്തി കളയുക എന്നുള്ള പ്രഖ്യാപനം അല്ലാഹ് ഖുർആനിൽ നടത്തിയ മലക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മലക്കുകളും ഉണ്ട്. അവർ യുദ്ധമേഖലയിൽ വിശ്വാസികൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പേരുകൾ നമുക്കറിയില്ല, എങ്കിലും ആ മലക്കുകളിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ സസ്യലതാദികളെ അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ മുളപ്പിക്കാൻ വേണ്ടി, അതേപോലെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു ഓരോ വിഷയങ്ങൾക്കും അല്ലാഹു തആല മലക്കുകളെ തന്നെ ചുമതലപ്പെടുത്തി എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ കാണാം, മുജാഹിദ് റഹ്മഹുല്ലാ പറയുമായിരുന്നു, അർ-റഅദു മലക്കുൻ, ഇടി എന്നുള്ളതൊരു മലക്കാണ്, വൽ ബർഖു അജ്നിഹത്തു മലക്കിൻ, ഈ മിന്നലുണ്ടല്ലോ അത് മലക്കിൻ്റെ ചിറക് കാരണമായിട്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ മഹാനായ ഇമാം ഷാഫി അതേപോലെ മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഈ രൂപത്തിൽ പറഞ്ഞായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഇടി മലക്കല്ല, അതുപോലെ തന്നെ മിന്നലും മലക്കൊന്നുമല്ല, എങ്കിലും ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണക്കാരായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് മലക്കുകളെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അവരിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ്. അതുപോലെ 27-ാം രാവ് ലൈലത്തുൽ ഖദറിന് അള്ളാഹിൻ്റെ മലക്കുകൾ വലിയ എന്താ പറയുക, ഒരു സംഭവമാണെന്ന് ഭൂമിയിൽ നടക്കുന്നത്. കോടാനകോടി മലക്കുകൾ ഒന്നായിട്ട് ഇറങ്ങി വരികയാണ്. നമ്മളതിൽ വിശ്വസിക്കുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മനസ്സിലായില്ലേ? അപ്പോൾ ഖൈറായ കാര്യങ്ങളാണ് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതിന് കാരണം എന്താണ്? കോടാനകോടി മലക്കുകൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നു. അവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അവരിലും വിശ്വസിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ നിരവധി അനവധി മലക്കുകളുടെ ചിത്രങ്ങൾ പ്രവാചകൻ്റെ ഹദീസും പരിശുദ്ധ ഖുർആനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ മലായിക്കത്തിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യനുകളും ആ ക്വസ്റ്റ്യനുകൾക്കുള്ള ആൻസറുകളും നമ്മൾ ശേഖരിച്ച് എല്ലാവർക്കും അവ നൽകിയിട്ട് നമുക്ക് ലാസ്റ്റ് ഈ ആലമുൽ മലായിക്ക എന്ന വിഷയത്തിൻ്റെ ഒരു എക്സാം നമുക്ക് നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, നമുക്കത് ഓർമ്മയിലുണ്ടാവണം. വളരെ കൂടുതലായി നമ്മൾ അറിയേണ്ടതും സാധാരണഗതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായൊരു വിഷയമായതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു എക്സാം നടക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം വളരെ നല്ല രൂപത്തിൽ നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് അൽഹംദുലില്ലാഹ് ഏകദേശം 9ാമത്തെ വർഷമാണ് നമ്മുടെ അഖീദ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ട്. അപ്പോൾ ഇത് ഇടമുറിയാതെ നമ്മൾ തുടർത്തി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് എന്നാലും നമ്മൾ ഈമാൻ കാര്യം 6ലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളിലൂടെ ഇങ്ങനെ പോന്ന് അസ്മാഉൽ ഹുസ്നകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മലക്കളുടെ അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് അമ്പിയാക്കളെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട്, കിതാബുകളെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട്, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട്, ഖൈറും ഷർറും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.